എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ ഒരു സീരീസിന് ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരാഴ്ച എനിക്ക് കംപ്ലീറ്റ് വീഡിയോ പിടിക്കാൻ പറ്റിയില്ലായിരുന്നു, അതിൽ പെട്ടുപോയതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെള്ളരിക്ക കിച്ചടി, വെള്ളരിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പാർ വെള്ളരിക്ക ഉണ്ട്, നമ്മുടെ മദ്രാസി വെള്ളരിക്ക എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കണിയൊക്കെ വയ്ക്കണ വെള്ളരിക്ക ഉണ്ടല്ലോ അത്. അപ്പോൾ ഈ വെള്ളരിക്ക വെച്ചിട്ട് ഞങ്ങൾ ഓലൻ ചെയ്യും, കിച്ചടി ചെയ്യും, പച്ചടി ചെയ്യും, പുളിശ്ശേരി ചെയ്യും. പുളിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പുളിശ്ശേരി വെള്ളരിക്കയുടെ ഉണ്ടാക്കാറില്ല, തൃശ്ശൂർ സ്റ്റൈലിലാണ് അത് ചെയ്യുന്നത്. അവരാണ് വെള്ളരിക്കയും മാങ്ങയും, പഴുത്ത മാങ്ങ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് മൂവാണ്ടൻ മാങ്ങയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിഷുവിൻ്റെ കണിയിൽ നിന്ന് ആ മാങ്ങയും വെള്ളരിക്ക എടുത്തിട്ടാണ് അവർ ഈ പുളിശ്ശേരി വയ്ക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അത് കാണിക്കാൻ എനിക്ക് പറ്റില്ല, സമയമില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഞാനത് എന്തായാലും ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെള്ളരിക്ക കിച്ചടിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളരിക്കേനെ ഒരു 1.5 കപ്പ് വെള്ളരിക്ക കുക്കറിൽ ഇട്ടിട്ട് 2 വിസിൽ വെച്ച് എടുത്തു. കാരണം നമുക്ക് സമയം ലാഭിക്കാമെന്നുള്ള ഒറ്റ ഇതിൽ മാത്രമാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് സമയം മാത്രമല്ല ഇന്ധന ലാഭം ഉണ്ടാവും കുക്കറിലിട്ട് വേവിക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് വെള്ളം കുറച്ചുണ്ട്, അത് വറ്റി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് നാളികേരം അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളരിക്കയ്ക്ക് ഒരു 3/4 കപ്പ് നാളികേരം, ഒരു നുള്ള് ജീരകം എടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ അളവ് കൂടരുത് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക്, നിങ്ങളുടെ എരിവനുസരിച്ച് ഇട്ടോളൂ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ചേർക്കണുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് കടുകാണ്. കടുക് ഒരു ടീസ്പൂണിൽ താഴെ, ഒരു 3/4 മുതൽ 1 ടീസ്പൂൺ വരെ, കുറേ എടുക്കണ്ട. അപ്പോൾ ഒരു കയ്പ്പ് രസം വരും നമ്മുടെ കിച്ചടിക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നാളികേരത്തിനെ ഒന്ന് അരച്ചെടുക്കാം. തരിതരിപ്പായിട്ട് തന്നെയാണ് അരയ്ക്കേണ്ടത്, ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട. അതിനെ അരച്ചതിന് ശേഷം ഈ കടുകും പച്ചമുളകും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യണ രീതിയിൽ അതിനകത്തേക്ക് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ചതച്ചിട്ട് ചേർത്താൽ മതി. അത് ഏതാണെന്ന് നിങ്ങളുടെ സൗകര്യം പോലെ അതുപോലെ ചെയ്തോളൂ. അപ്പോൾ ഈ ഇതിലെ വെള്ളം വറ്റുമ്പോഴത്തേനും നമുക്കിതൊന്ന് അരച്ചിട്ട്. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് തൈരൊക്കെ ചെല്ലുമ്പോൾ കുറച്ചും കൂടി ഇത് ലൂസായിട്ട് വരും. അതുകൊണ്ടാണ് ഒരുവിധം നന്നായിട്ട് ആ വെള്ളം ഒന്ന് വറ്റിക്കണം. ഞാനത് കുറച്ചും കൂടി ഒന്ന് വറ്റിക്കേണ്ടത്. കണ്ടില്ലേ, കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതൊന്നും കൂടി വറ്റട്ടെ, എന്നിട്ട് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. വെള്ളരിക്കയുടെ വെള്ളം ഒരുവിധം വറ്റിയപ്പോൾ ഞാൻ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരയ്ക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കരുത്. കടുകും പച്ചമുളകും ഒന്ന് ചതയണ രീതിയിൽ മാത്രമേ ഇടാവൂ. ബാക്കി നാളികേരം തരുന്നു. ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം.
നമ്മുടെ വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഞാൻ ഓണം വിഷു സീരീസ് ആയിട്ട് കുറേ ഇതുപോലെ ഐറ്റംസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സദ്യ ഉണ്ടാക്കാനുള്ള വിഭവങ്ങൾ എന്തായാലും കിട്ടും. ഓരോ പ്രാവശ്യമായിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ കിച്ചടി, പച്ചടി, ഓലൻ അങ്ങനെ ചെയ്ത് പോരാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ് അധികം ചെയ്യാൻ പറ്റാതിരുന്നത്. എങ്കിലും ഞാൻ മാക്സിമം എൻ്റെ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.